Welcome to MJ Vlog. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോണിയോമീറ്റർ എന്തളക്കാൻ ഉപയോഗിക്കുന്നു? ഗോണിയോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് ഓരോന്നും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ചുറുചുറുക്ക്, എജിലിറ്റി, വഴക്കം, ഫ്ലെക്സിബിലിറ്റി, വേഗത, സ്പീഡ്, കരുത്ത്, സ്ട്രെങ്ത്. അതിലെ ഫസ്റ്റ് ഓപ്ഷൻസ് ചുറുചുറുക്ക് അഥവാ എജിലിറ്റി എന്തെന്ന് നമുക്ക് നോക്കാം. ശരീരത്തിൻ്റെ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് വേഗത്തിലും എളുപ്പത്തിലും ശരീരത്തിൻ്റെ ദിശ മാറ്റാനും ചലിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് എജിലിറ്റി അഥവാ ചുറുചുറുക്ക് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് നോക്കാം. സന്ധികൾക്ക് വേദനയില്ലാതെ ഇഷ്ടാനുസരണം ചലനപരിധിയിലൂടെ സന്ധികളെ ചലിപ്പിക്കാനുള്ള കഴിവിനെയാണ് വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സന്ധികളുടെ കൃത്യമായ വഴക്കം അല്ലെങ്കിൽ ചലനപരിധി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊട്രാക്ടർ തരം ഉപകരണമാണ് ഗോണിയോമീറ്റർ. സോ ദ ആൻസർ ഈസ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി അളക്കാനാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി അളക്കാനാണ് നമ്മൾ ഈ ഗോണിയോമീറ്റർ എന്ന ഒരു പ്രൊട്രാക്ടർ തരം ഉപകരണം ഉപയോഗിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് 2 ഓപ്ഷൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അതിലെ മൂന്നാമത്തെ ഓപ്ഷനായ സി, വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാഗങ്ങൾ വേഗത്തിൽ ചലിപ്പിക്കാനുള്ള കഴിവാണ് വേഗത അഥവാ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ വേഗത നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അയാൾ സഞ്ചരിച്ച ദൂരത്തെ അയാൾ സഞ്ചരിച്ച ആ ദൂരം, എത്ര ദൂരം സഞ്ചരിച്ചു ആ ദൂരത്തെ അയാൾ സഞ്ചരിച്ച ടൈം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ വേഗത കിട്ടും. അപ്പോൾ ഒരാളുടെ വേഗത നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിന് സഞ്ചരിച്ച ദൂരത്തെ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് കരുത്ത്, സ്ട്രെങ്ത്. ഒരു ബലത്തെ പ്രതിരോധിക്കാനുള്ള പേശി അഥവാ മസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് അല്ലെങ്കിൽ പേശികളുടെ കൂട്ടത്തിൻ്റെ കഴിവിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലത്തെ പ്രതിരോധിക്കാനുള്ള നമ്മളുടെ മസിൽസിൻ്റെ അല്ലെങ്കിൽ പേശികളുടെ കഴിവിനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഒരു അസ്ഥിയിൽ ഉണ്ടാകുന്ന പൊട്ടൽ അല്ലെങ്കിൽ ബ്രേക്ക് ഇൻ എ ബോൺ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ കൺഡ്യൂഷൻ, ഓപ്ഷൻ ബി ഫ്രാക്ചർ, ഓപ്ഷൻ സി സ്പ്രെയിൻ ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രെയിൻ. നമുക്ക് ഓരോ ഓപ്ഷനും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കൺഡ്യൂഷൻ. കൺഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നേരിട്ട് ഏൽക്കുന്ന പ്രഹരം മൂലമാണ് കൺഡ്യൂഷൻ അഥവാ ചതവ് ഉണ്ടാകുന്നത്. കൺഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന ചതവിനെയാണ് നമ്മൾ കൺഡ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന ആ ആഘാതത്തിൻ്റെ തീവ്രതയനുസരിച്ച് നമ്മുടെ ചർമ്മത്തിൻ്റെ ഉപരിതലത്തിനും ആഴത്തിലുള്ള കലകൾക്കൊക്കെ എന്ത് പറ്റുന്നു? കേടുപാടുകൾ സംഭവിക്കുന്നു. അപ്പോൾ ആ ഒരു ചതവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺഡ്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഫ്രാക്ചർ. എല്ലുകളുടെ ഭാഗികമായോ പൂർണ്ണമായിട്ടുള്ള പൊട്ടലാണ് ഒടിവ് അഥവാ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്കുണ്ടാകുന്ന പൊട്ടലിനെയാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് ഓപ്ഷൻ ഈസ് സ്പ്രെയിൻ. സ്പ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻസിന് ചുറ്റുമുള്ള ലിഗമെൻറ്റുകൾക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ് സ്പ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ലിഗമെൻറ്റ് വളരെയധികം വലിച്ചു നീട്ടുകയോ കീറുകയോ ഒക്കെ ചെയ്യുമ്പോൾ സന്ധികൾക്ക് ചുറ്റുമുള്ള ഭാഗം വളരെയധികം വേദനാജനകമാവുകയും വീർക്കുകയൊക്കെ ചെയ്യും. അതാണ് നമ്മുടെ സ്പ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് സ്ട്രെയിൻ.
സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേശികളിലോ ടെൻഡോണുകളിലോ ഉണ്ടാകുന്ന പരുക്കാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ ആൻസർ ഈസ്, ഒരു അസ്ഥിയിൽ ഉണ്ടാകുന്ന പൊട്ടൽ എന്ന് പറയുന്നത് ഫ്രാക്ചറാണ്. ദ ആൻസർ ഈസ് ഫ്രാക്ചർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.